തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി. പ്രയോഗിക്കുന്ന പ്രധാന ആയുധം പ്രതിപക്ഷ നേതാക്കളെ ഏതെങ്കിലും കേസുകളിൽ കുടുക്കി ബുദ്ധിമുട്ടിക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മുമ്പ് രാഹുൽ ഗാന്ധി എപ്പോഴോ പറഞ്ഞ ഒരു കാര്യമെടുത്ത് ബി.ജെ.പി. കോടതിയിലേക്ക് പോയത്. അന്ന് രാഹുലിനെ 2 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. എന്നാൽ പിന്നീട് സുപ്രീം കോടതിയിൽ പോയിട്ടാണ് രാഹുൽ ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടു വന്നത്. പിന്നീട് രാഹുലിനെതിരെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കേസുകൾ ബി.ജെ.പി. ചില വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നൽകിയെങ്കിലും വിചാരിച്ച നേട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. അന്ന് ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യം രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുക എന്നതായിരുന്നു. എന്നാൽ അത് വിജയിച്ചില്ല. അതോടെയാണ് രാഹുൽ ജനിച്ചപ്പോൾ മുതൽ പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ പോയി തപ്പിക്കണ്ടുപിടിച്ച് പലയിടങ്ങളിൽ ബി.ജെ.പി. രാഹുൽ അത് പറഞ്ഞു, രാഹുൽ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് നൽകിയത്. എന്തായാലും ഈ കേസുകളിൽ ബി.ജെ.പിക്ക് ഇപ്പോൾ ഒരു ഫലം കിട്ടിയെന്ന് തന്നെ പറയാം. അത് മറ്റൊന്നുമല്ല, രാഹുലിന് ജാർഖണ്ഡ് കോടതി പിഴയിട്ടിരിക്കുകയാണ്. ഒരു കേസിൻ്റെ വിചാരണയിൽ മറുപടി നൽകാൻ വൈകിയതിനാണ് രാഹുൽ ഗാന്ധിക്ക് ജാർഖണ്ഡ് ഹൈക്കോടതി 1000 രൂപ പിഴ ചുമത്തിയത്. 2018 നടത്തിയ പരാമർശമാണ് കേസിന് ആധാരം. ബി.ജെ.പിയുടെ അന്നത്തെ ദേശീയ അധ്യക്ഷനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ചൈബാസയിൽ MP MLA കോടതി പരിഗണിച്ചിരുന്നു. ഇത് റദ്ദാക്കാൻ അദ്ദേഹം ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഈ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ ഹൈക്കോടതി ഇളവ് നൽകുകയും ചൈബാസ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. 2018 കോൺഗ്രസ് സമ്മേളനത്തിൽ അന്നത്തെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ചൈബാസ സ്വദേശിയായ പ്രതാപ് കത്യാർ എന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത്. ഒരു കൊലപാതകിയും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. കൊലപാതകയെ ദേശീയ അധ്യക്ഷനാക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയില്ല, ഇത് ബി.ജെ.പിയിൽ മാത്രമേ സാധ്യമാകൂ എന്നതായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇതായിരുന്നു ആ പരാതി നൽകാനുണ്ടായ കാരണവും. ഈ വിഷയത്തിലാണ് രാഹുൽ മറുപടി നൽകാൻ വൈകിയത്. അതിനുള്ള ശിക്ഷയായിട്ടാണ് ഇപ്പോൾ 1000 രൂപ രാഹുലിന് പിഴയിട്ടിരിക്കുന്നത്.